അപ്പോൾ തീർച്ചയായും അതിനുള്ള എന്തുകൊണ്ടാണ് LDF പരാജയപ്പെട്ടു എന്നുള്ളതൊക്കെ നിങ്ങൾ വിലയിരുത്തി അതിന്റെ ഘട്ടമൊക്കെ കഴിയുമെങ്കിലും നമുക്കറിയാം, ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു, 10 വർഷം ഭരിച്ചു, വികസനങ്ങളൊക്കെ നടത്തി. പക്ഷെ എന്നിരുന്നാലും ഒരു ആങ്കർ ഉദ്ദേശ്യം ഒരു പക്ഷേ LDF സർക്കാരിനോടുണ്ടായിരുന്ന ജനങ്ങൾ അവിടെ നോക്കിയത് UDF ആണോ LDF ആണോ മാത്രമേ നോക്കിയുള്ളൂ. സ്ഥാനാർത്ഥി UDF ആണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി ആയിക്കോട്ടെ, ആ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും അവർ ജയിക്കുന്ന ഒരു കാഴ്ചയാണ്. LDFിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ എത്രയോ നല്ലപോലെ പ്രവർത്തിച്ച ആ LDFിന്റെ MLA പരാജയപ്പെടുന്നത്. അപ്പോൾ അത് വ്യക്തമായി അതിനകത്ത് മറ്റൊന്നുമല്ല, സ്ഥാനാർത്ഥിയെ നോക്കിയല്ല, അവരുടെ പ്രവർത്തനം നോക്കിയല്ല, അവരുടെ വികസനം നോക്കിയല്ല, പക്ഷേ LDF ആണോ UDF ആണോ, UDF ആണ് ജയിച്ചു, LDF ആണ് പരാജയപ്പെട്ടു. അപ്പോൾ അതിന്റെ കാരണത്തിലേക്ക് പോകുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വലിയൊരു പോരാട്ടം ഉണ്ടാകും എന്ന് നമുക്ക് കാലയെ കൂട്ടി അറിയാമായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പാർട്ടിക്കാരോടുള്ള ചർച്ചകളും നടന്നു. ഏതായാലും നമ്മൾ മത്സരിച്ച ആ പ്രദേശങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറില് സാധാരണ രീതിയിൽ എല്ലാ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട അല്ലെങ്കിൽ UDFിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത് ശരാശരി 19,200 വോട്ടിന്റെയാണ് ശരാശരി. മിക്കവാറും ഉള്ളത് 25,000 30,000 വോട്ടിനാണെങ്കിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികൾ MLA-മാർ, മുൻ MLA-മാർ, അത് റാന്നി എടുത്താലും ചങ്ങനാശ്ശേരി എടുത്താലും അത് പൂഞ്ഞാർ എടുത്താലും അത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി എടുത്താലും ഇനി വേണ്ട പാലാ എടുത്താലും ഇതെല്ലാം ശരാശരി ഒരു 8,000 വോട്ടിന് താഴെയാണ്. എന്ന് പറഞ്ഞാൽ 4,000 വോട്ടിന്റെ മാർജിനിലാണ് ഇവരെല്ലാവരും പരാജയപ്പെട്ടത്. പാലാ എടുക്കുകയാണെങ്കിൽ 1,200 വോട്ടിന്റെ മാർജിനിലാണ് പരാജയപ്പെട്ടത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ അത് 20,000 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുമ്പോൾ ഈ പ്രദേശങ്ങളിൽ ചുരുങ്ങിയ വോട്ടിനാണ് LDFിന്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നത്. മറ്റു പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വിജയിച്ചതല്ല, സംഘടനാപരമായി നമുക്ക് വലിയ ബലമുള്ള പ്രദേശങ്ങളല്ല. അത് പെരുമ്പാവൂർ എടുത്താലും ചാലക്കുടി എടുത്താലും പിറവം എടുത്താലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനാ ബലവും പാർട്ടിയുടെ ബലവും ഉള്ളത് കൊണ്ട് തന്നെ മാത്രമാണ് അത്രയെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇതിനകത്ത് നമുക്കൊരു ആത്മപരിശോധന നടത്തി ആ എന്തെങ്കിലും പോരായ്മ സർക്കാരിനോ കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി ഇപ്പോൾ പാർട്ടിയെ വളർത്തുവാൻ ഏറ്റവും കൂടുതൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുക. എത്രയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ പ്രാദേശിക പാർട്ടികൾ തീർന്നു എന്ന് ചിന്തിച്ചത് തിരിച്ച് വിജയിക്കുക മാത്രമല്ല, ആ സംസ്ഥാനത്തിന്റെ നേതൃത്വ മുഖ്യമന്ത്രിയായി മാറുന്നത് നമ്മൾ ഇപ്പോൾ DMK തന്നെ നമുക്ക് 1991 ആ കാലഘട്ടങ്ങളിലൊക്കെ തീർന്നു എന്ന് തീരുമാനിച്ചു. എല്ലാം എന്താണ്, അന്ന് സ്റ്റാലിൻ ഉൾപ്പെടെ പരാജയപ്പെട്ടു. മാത്രമല്ല കരുണാനിധി പരാജയപ്പെടും എന്ന് അറിഞ്ഞതുകൊണ്ട് മത്സരിച്ചില്ല. അത് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധിന്റെ മരണത്തിന് ശേഷമാണ് പിന്നെയും തിരിച്ചു ഭരണത്തിലേക്ക് വരുന്നതാണ്. TDP ചന്ദ്രബാബു നായിഡു നമുക്ക് മുഴുവൻ YSR കോൺഗ്രസിനോട് അവരുമായിട്ട് മത്സരിച്ച് ജഗൻമോഹൻ ഭരണത്തിലേക്ക് വരുന്നു. ഏതാനും ചുരുങ്ങിയ MLA-മാര് മാത്രം വിജയിച്ചു. പക്ഷെ വീണ്ടും ഒരു ഭരണത്തിൽ വരുന്ന മുഖ്യമന്ത്രിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്ന് KCR നമുക്കറിയാം, തെലങ്കാന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി അവിടെ ഭരണത്തിൽ വന്നു. ആ ഭരണത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു സർവേ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ആ പ്രദേശത്തുള്ളവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ MLA-മാരും MP-മാരും സംസാരിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും KCR വീണ്ടും ഭരണത്തിലേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ബിജു ജനതാദൾ ഇങ്ങനെയൊക്കെയുള്ള തൃണമൂൽ കോൺഗ്രസ് എടുത്താലും, അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണാൻ കഴിയുന്ന പ്രാദേശിക പാർട്ടികളൊക്കെ പൂർണ്ണമായും തീർന്നു എന്ന് പറഞ്ഞത് വീണ്ടും ഭരണത്തിലേക്ക് വരിക മാത്രമല്ല, അതിന് ആ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് തീർച്ചയായും ഇതൊക്കെ വളരാനുള്ള
ഒരു 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 ഏറ്റവും വലിയൊരു സാഹചര്യമായി നമ്മൾ കാണണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ അവർ ന്യൂസ് പോലും കാണാൻ തയ്യാറാകാതിരിക്കും. അയ്യോ താങ്കൾ ജയിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്, ജയിക്കാൻ 100% പരാജയപ്പെടുമെന്ന്. പക്ഷെ ജനങ്ങൾ സൈലന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ അതെ, അതിന് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ഇവിടെയുള്ള പ്രദേശങ്ങളിൽ പക്ക RSSുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ BJPയുടെ കോട്ടയത്തുള്ള ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 19 സെനറ്റ് മെമ്പർമാര് ഗവൺമെന്റ് ലീഡർമാരുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് അതുപോലെ ചോദ്യം വന്നപ്പോൾ അവിടെ ആരംഭിച്ചു കാവൽക്കരണം എന്നാൽ മുസ്ലിം ലീഗ്. അപ്പോൾ പതുക്കെ PMCയുടെ കാര്യം എടുത്ത് നോക്കുക. ഏറ്റവും കൂടുതൽ വേണ്ടി അങ്ങനെ ആ തീരുമാനം എടുക്കാനായിട്ട് LDF ചിലപ്പോൾ ഇന്ന് ആ PMC ഏറ്റെടുത്തുകൊണ്ട് അവര് അതിന്റെ എന്താ പറഞ്ഞത്, അവർ MP തന്നെ ജെബി മേത്തർ രാജ്യസഭയിൽ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല, നിങ്ങൾക്ക് മാറണമെങ്കിൽ ഈ സർക്കാർ ഒപ്പുവെക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് ലൈംഗികമായി നമുക്ക് ഒരു കണക്ഷൻ ഇന്ന് BJPയുമായിട്ട് UDF സർക്കാരിനെ കാണുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പണ്ട് നമുക്കറിയാവുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. എന്താണ് പ്രഖ്യാപിച്ചു? ഞങ്ങൾക്ക് കേരള സംസ്ഥാനത്ത് 30 MLA-മാരെ കിട്ടിയാൽ ഭരണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷെ ഇന്ന് 3 MLA-മാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഭരണം ഇന്ന് BJPയുടെ കയ്യിലാണ്. ഇന്ന് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളുള്ള പോളിസികൾ, നയങ്ങൾ ഇന്ന് UDF സർക്കാർ നടപ്പിലാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ വാക്കുകൾ ചുരുക്കുക, ഇതൊക്കെ പതുക്കെ ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങൾ തിരിച്ചറിയും, അതിന് യാതൊരു സംശയമില്ല. കേന്ദ്രത്തിൽ നമ്മൾ കണ്ടു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ അതിക്രമം കാണിച്ച ചോദ്യപേപ്പർ അത് ചോർന്നു കഴിഞ്ഞപ്പോൾ അത് പരിശോധിക്കാനോ അല്ലെ അതുമായി ബന്ധപ്പെട്ട് CJP കോക്രോച്ച് ജനതാ പാർട്ടി അവിടുത്തെ ജന്തർ മന്ദിർ സമരം നടത്തിയപ്പോൾ അവിടെ അടിച്ചമർത്താൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ നമ്മൾ കേരള കോൺഗ്രസ് എന്ന നിലയ്ക്കൊക്കെ അവിടെ ഓടിയെത്തി. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്നു, ഏറ്റവും ആദ്യമേ 3 മാസക്കാലം മുമ്പ് ഈ നീറ്റ് പരീക്ഷ പണ്ട് കാലത്ത് ചേർത്ത് എത്രയോ വർഷങ്ങൾ 16, 17, 18, 21, 22 ഇവിടെ എല്ലാം നമ്മൾ തന്നെ നീറ്റ് പേപ്പർ എല്ലാ ഘട്ടത്തിലും ചോരുകയാണ്. അത് മാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിയും ഏറ്റവും കൂടുതൽ അഡ്മിഷൻ കിട്ടുന്ന ഹരിയാനയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുള്ള കുട്ടികൾക്കാണ് കൃത്യമായ ചോദ്യപേപ്പർ കൊടുത്തുകൊണ്ട് അവരെ അതിലേക്ക് കയറ്റിവിടുന്ന അല്ലെങ്കിൽ മെഡിസിനിലേക്ക് കയറ്റിവിടുന്ന ചരിത്രമൊക്കെ അല്ലെങ്കിൽ അതിന്റെ പുറകോട്ട് നോക്കി നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ട് കഴിഞ്ഞ 15 ദിവസമായിട്ടുള്ള പാർലമെന്റിൽ 1 മിനിറ്റ് പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ അവിടെ സഭയിൽ വന്നിട്ടില്ല. ഏറ്റവും അവസാനം ലോക്സഭയുടെ അവസാന ദിവസം അവിടെ വന്നത് 1 സെക്കൻഡ് നേരത്തേക്ക് 2 പേരും വന്നു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും വന്നു. സ്പീക്കർ ഒന്നും ഇരുന്നില്ല, നേരെ നിന്നിട്ട് വന്ദേ മാതരം പാടി എന്ന് പറഞ്ഞാൽ സൈനയുടെ പാർലമെന്റ് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുന്നതിന്റെ അർത്ഥം? അവര് BJP വിചാരിച്ചു ഇതെല്ലാം അതിക്രമിച്ച് മുന്നോട്ട് പോകാമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ജൻസി യുവാക്കൾ വന്ന് ഇതിനെ അവരെ മുട്ടുകുത്തിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഇത് പല കാര്യങ്ങളും ഇനിയിപ്പോൾ നമ്മുടെ ഡീലിമിറ്റേഷൻസ് വരാൻ പോകുന്നു. ഒരു സംശയമില്ല, 2029 അടുത്ത ഇലക്ഷൻ 25 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയാണ്. സംശയമില്ല. ആ ലോക്സഭ മാത്രമായിരിക്കില്ല, നിയമസഭയിലേക്കും പോകാൻ എല്ലാ സാധ്യതയിലേക്കും പോവുകയാണ്. ഡീലിമിറ്റേഷൻ വരുമ്പോൾ നമ്മൾ കണ്ടു സീറ്റുകൾ കൂട്ടുകയും ആ സീറ്റുകൾ കൂട്ടുമ്പോൾ നമ്മൾ ഓർക്കും സീറ്റുകൾ കൂട്ടിയാൽ നന്നാവൂല്ലോ എന്നോർക്കും. സീറ്റുകൾ ഒരുപക്ഷെ 50% കേരളത്തിലൊക്കെ കൂട്ടിത്തന്നാൽ 50% UPയിലും മധ്യപ്രദേശത്തിലുമൊക്കെ പോയാൽ ഇപ്പോൾ നമ്മളും UPയുമായുള്ള സീറ്റിന്റെ ഡിഫറൻസ് ലോക്സഭയിൽ 60, അവർക്ക് 80 ആണെങ്കിൽ നമുക്ക് 20 ആണെങ്കിൽ എത്രയാണ്? 60 ആണെങ്കിൽ ഇനി അവർക്ക് 50% കൂട്ടിക്കഴിയുമ്പോൾ 80, 40, 120 ആണെങ്കിൽ നമുക്ക് 30 ആയെങ്കിൽ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? കണക്കറിയാമോ?
കൂട്ടിക്കൂ, വീണ്ടും അവർ ഡിഫറൻസ് കൂടിയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള സംസ്ഥാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിന് കുറച്ച് മാറ്റുമെന്നതാണ് അവർ തീരുമാനിക്കും. 4 സംസ്ഥാനങ്ങൾ തീരുമാനിച്ചാൽ അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രസ്ഥിതികൾ. ഇതിനു ശേഷം നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഏതൊക്കെ വാക്കുകൾ ചുരുക്കുന്നു. ഇവിടെ ശ്രീ മാത്യു സാറിനെ ബഹുമാനായ പാർട്ടി ചെയർമാൻ ആദരിക്കുക. ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ശ്രീമതി മേരി ചുമാറിനെ പാർട്ടി സംസ്ഥാന ചെയർമാൻ ഇന്ന് ആദരിക്കുകയാണ്. ആദരിക്കാൻ വേണ്ടി പ്രത്യേകമായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 76 ശ്രീ അതുപോലെ തന്നെ സാറിനോടും കേരള കോൺഗ്രസ് പാർട്ടിയോടും എന്നും കൂറ് പുലർത്തി പള്ളാൻ മണ്ഡലത്തിലെ എല്ലാ രംഗങ്ങളിലും ഏത് നേതാക്കന്മാർ വന്നാലും ഏത് പരിപാടി വന്നാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്നും ഗുണകരമായി തീർന്നിട്ടുള്ള അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ പാർട്ടിയോടും പാർട്ടി പ്രവർത്തകരോടും ഒപ്പം ചേർന്ന് ഏത് സമയത്തും പ്രധാന മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകർക്കും സജീവമായി നിൽക്കുന്ന അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ജേക്കബ് കാനാട് നമ്മുടെ പാർട്ടിയുടെ ആരംഭകാലം മുതൽ ഇസ്റ്റലേരി പഞ്ചായത്തില് ജേക്കബ് കാനാട് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം പാർട്ടി ചെയർമാനോട് അഭ്യർത്ഥിക്കുന്നു. യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തന രംഗത്തും അതിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും ഒക്കെ സജീവമായി പ്രവർത്തിച്ച് പാർട്ടിയോടൊപ്പം എന്നും സഞ്ചരിക്കുന്ന ഒരു സീനിയർ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ശ്രീ ഐസക് മറ്റു എന്നും വളരെ ശക്തമായി നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ ജോസ് പെരുമ്പനാനിയെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി പാർട്ടി ചെയർമാനോടൊപ്പം